അരി മോഷ്ടിച്ചെന്നാരോപിച്ച് ഛത്തീസ്ഗഡിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളെ അടിച്ചുകൊന്നു. 50-കാരനായ പഞ്ചറാം സാർത്തിയാണ് കൊല്ലപ്പെട്ടത്. സാർത്തിയെ മരത്തിൽ കെട്ടിയിട്ട് വടികൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്യാമ സദാനന്ദൻ നമുക്കൊപ്പം ചേരുന്നു. ശ്യാമ സദാനന്ദൻ, അരി മോഷ്ടിച്ചതിന് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അടിച്ചുകൊല്ലുന്ന ക്രൂരതയാണ് നമ്മളിപ്പോൾ അറിയുന്നത്. എന്താണ് അവിടെ നടന്നത്? സുജയ, ഇന്നലെ രാത്രിയാണ് ഈ ദാരുണമായ സംഭവം ഛത്തീസ്ഗഡിൽ നടന്നത്. അതായത് പഞ്ചറാം സാർത്തി എന്ന ദളിത് വ്യക്തിക്കാണ് ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേര് അറസ്റ്റിലായിട്ടുണ്ട്. ഈ അറസ്റ്റിലായവരിൽ ഒരു ആദിവാസിയും ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ദുമാർപള്ളി ഗ്രാമത്തിൽ ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് സംഭവം. അതായത് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ഈ പഞ്ചറാം സാർത്തിയെ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വീരേന്ദ്ര സിതാർ എന്ന പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ രാത്രി കണ്ടു എന്നും അയാൾ അരിമോഷ്ടിക്കാൻ എത്തിയതാണ് എന്ന് ആരോപിച്ച് അയാളെ മരത്തിൽ കെട്ടിയിട്ട് മുളവടികൾ ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന റിപ്പോർട്ട്. ഇയാൾ അയൽവാസികളായിട്ടുള്ള മറ്റ് ആളുകളെ കൂടി 2 പേരെ കൂടി വിളിച്ചിട്ടാണ് ഈ മർദ്ദനം നടത്തിയത്. പോലീസ് അവിടെ എത്തുമ്പോൾ ഇയാളെ മരത്തിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു. അയാൾ അബോധാവസ്ഥയിലായിരുന്നു. അങ്ങനെ അയാൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അയാൾ മരിച്ചു എന്നാണ് അറിയുന്നത്. ഈ 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ BNS-ലെ വകുപ്പുകൾ പ്രകാരം വധശ്രമത്തിന് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണെന്നും ആ തരത്തിലുള്ള വകുപ്പുകൾ ചേർത്തണമെന്നും നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഇപ്പോൾ അവിടെ ദളിത് ആക്ടിവിസ്റ്റുകളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായൊരു സംഭവമാണ്. 50 വയസ്സുള്ള പഞ്ചറാം സാർത്തി എന്നയാൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അരി മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് ഇയാളെ മരത്തിൽ കെട്ടിയിട്ട് മുളവടികൾ ഉപയോഗിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. സുജയ.